നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചൻതോട്ടിൽ റെയിൽവേയുടെ കരാർ ശുചീകരണ തൊഴിലാളി ഒഴുക്കിൽപ്പെട്ട് മരിച്ചതിനു പിന്നാലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ച അടിയന്തര യോഗം ഇന്ന് ചേരും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ രാവിലെ 11:30 ഓൺലൈനായി യോഗം ചേരുക. മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് മൂലമുള്ള വിവിധ പ്രശ്നങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാനാണ് യോഗം. തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത്, തൊഴിൽ, ഭക്ഷ്യം, കായികം, റെയിൽവേ, ആരോഗ്യം, ജലവിഭവ വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട MLA-മാരും തിരുവനന്തപുരം മേയറും യോഗത്തിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷണൽ മാനേജറും യോഗത്തിലുണ്ടാകും. ആമയിഴഞ്ചൻതോട് കടന്നു പോകുന്ന റെയിൽവേയുടെ ഭാഗത്ത് ഒഴുക്കിന് തടസ്സമില്ലെന്നാണ് റെയിൽവേയുടെ വാദം. ജോയിയുടെ മരണശേഷം ഇറക്കിയ പത്രക്കുറിപ്പിലായിരുന്നു ന്യായീകരണം. ഈ ഭാഗത്തു നിന്ന് റെയിൽവേ നിശ്ചയിച്ച കരാറുകാർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നീക്കിയത് ഏകദേശം 50 ലോഡ് മാലിന്യമാണ്. ഇതിൽ 29 ലോഡ് പൂജപ്പുരയിലെ റെയിൽവേയുടെ ഡംപിംഗ് യാർഡിലേക്ക് മാറ്റി. ശേഷിച്ചതാണ് റെയിൽവേയുടെ പിറകുവശത്തെ ടിക്കറ്റ് കൗണ്ടറിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്നത്. ജോയി അപകടത്തിൽപ്പെട്ട ദിവസവും 2 ലോഡ് മാലിന്യം ഇവിടെ കൊണ്ടുപോയിരുന്നു. ടെൻഡറിലൂടെയാണ് റെയിൽവേയുടെ മാലിന്യം നീക്കാൻ കരാറെടുത്തതെന്ന് കരാറുകാരൻ ബിജു പറഞ്ഞു. ദിവസവും രാവിലെ 8:30 മുതൽ പകൽ 3:30 വരെ റെയിൽവേ മേൽനോട്ടത്തിലാണ് മാലിന്യം നീക്കിയത്. എന്നാൽ റെയിൽവേയുടെ ന്യായം ഇങ്ങനെയാണ്: ജോയിയുടെ മരണത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. മാലിന്യ സംസ്കരണത്തിന് റെയിൽവേക്ക് സ്വന്തമായി സംവിധാനമുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നിട്ടും എന്റെ ആമയിഴഞ്ചൻതോട്ടിലെ മാലിന്യം നീക്കാനോ സംസ്കരിക്കാനോ തയ്യാറായില്ല എന്ന ചോദ്യം ബാക്കിയാണ്. 50 ലോഡ് മാലിന്യം നീക്കിയിട്ടും അഗ്നിരക്ഷാസേനയുടെ സ്കൂബ സംഘത്തിന് കട്ടകെട്ടിയ മാലിന്യം കാരണം രക്ഷാപ്രവർത്തനം നടത്താനാകുമായിരുന്നില്ല. മൊത്തം മാലിന്യമാണ്. അടിഞ്ഞുകൂടി കറുത്ത നിറമാണ് വെള്ളത്തിന്. നിറയെ പുഴു. തുണിയും മദ്യക്കുപ്പികളും ഒരാൾ പൊക്കത്തിൽ പാളികളായി അടിഞ്ഞു കിടക്കുകയാണ്. നീന്തുമ്പോൾ തലയ്ക്ക് മുകളിലും ഓക്സിജൻ സിലിണ്ടറിനും പ്ലാസ്റ്റിക് കവറൊക്കെ കുടുങ്ങും. ഹോട്ടലുകളിലെ ഭക്ഷ്യമാലിന്യം അടക്കം ഇതിലേക്കാണ് ഒഴുകുന്നതെന്ന് തോന്നുന്നു. ട്രെയിനിൽ നിന്ന് വേസ്റ്റ് കഴുകി ഇറക്കുന്നതും ഇവിടെയാണ്. സെപ്റ്റിക് മാലിന്യം അടക്കം ഇതിലേക്കാണ് ഒഴുകുന്നത്. ഞങ്ങൾ ഇതിൽ നിൽക്കുമ്പോഴെല്ലാം അത്തരം മാലിന്യങ്ങൾ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. ആമയിഴഞ്ചൻതോട്ടിൽ ജോയിയെ കാണാതായപ്പോൾ കണ്ടെത്താനായി മാലിന്യത്തിലേക്ക് ഇറങ്ങിയ അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീം അംഗം ബിജിന്റെ വാക്കുകളാണിത്. തമ്പാനൂർ ഭാഗത്ത് ആമയിഴഞ്ചൻതോട്ടിൽ ഒരാൾ കുടുങ്ങിപ്പോയെന്നാണ് കൺട്രോൾ റൂമിൽ ലഭിച്ച സന്ദേശം. അടിയന്തര സംഘം അവിടെ എത്തിയപ്പോഴാണ് സ്കൂബ ടീമിന്റെ ആവശ്യം അറിഞ്ഞത്. ഉടനെ ഞങ്ങൾ 5 പേർ അവിടേക്ക് തിരിച്ചു. കെട്ടുകണക്കിന് വേസ്റ്റാണ് ഓരോ തവണയും എടുത്ത് പുറത്തേക്കിട്ടത്. വർഷങ്ങളായുള്ള വേസ്റ്റാണ് ഇവിടെയുള്ളത്. അതിന്റെ ഇടയിലൂടെ നീന്തിയാണ് ഓരോ തവണയും പുറത്തേക്ക് വരുന്നത്. അകത്ത് നിൽക്കുമ്പോൾ ഡീസലിന്റെ രൂക്ഷഗന്ധവും ഉണ്ടായിരുന്നു. 2 ദിവസം മുഴുവൻ ഈ വെള്ളത്തിലായിരുന്നു. ജോയിക്കായുള്ള തെരച്ചിലിന്റെ ഭാഗമായത് 13 സ്കൂബ ഡൈവേഴ്സാണ്. ഒരു സമയത്ത് 2 പേർ വീതമാണ് ഇവിടെ മാൻഹോളിലും ടണലിലും ഇറങ്ങിയത്. ഏകദേശം 45 മിനിറ്റ് നേരമാണ് ഇവർ ടണലിനുള്ളിൽ പരിശോധന നടത്തിയത്. അതിനിടെ ജോയിയുടെ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ അനുവദിക്കാനാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ജോയിയുടെ മാതാവിന് വീട് വെച്ച് നൽകുമെന്ന് മേയർ ആര്യ രാജേന്ദ്രനും വ്യക്തമാക്കിയിരുന്നു. തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും സർക്കാരിനും തിരുവനന്തപുരം കോർപ്പറേഷനും വൻ വീഴ്ചയാണ് സംഭവിച്ചത്. ഓപ്പറേഷൻ അന്തയുടെ തുടർ നടപടികളിലും വകുപ്പ് തല ഏകോപനത്തിലും ഉണ്ടായ പാളിച്ചകൾക്ക് പുറമെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വകയിരുത്തിയ തുകയിൽ 1/4 പോലും കോർപ്പറേഷൻ ചെലവഴിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.